ആ ചേച്ചി ഇന്ന് രാവിലെ കടയിൽ പോയി കാര്യമായിട്ട് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടല്ലോ. കറിക്കൊന്നും ഇല്ലായിരുന്നു എണ്ണെ. മുളക്കളത്ത് കുട്ടപ്പന്റെ കടയിൽ നിറക്കിലെ പാവയ്ക്കായ ഉള്ളി ഉരുളനും വാങ്ങിച്ചു. പ്രളയം വന്നതിന് ശേഷം ഓരോ മിനിറ്റിലും പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയല്ലേ. അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ എന്താ വില. സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് പണം വിട്ടു തരാന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ടാറ്റാക്കും അംബാനിക്കും ഒക്കെ അല്ലേ പണം ഇട്ട് കൊടുക്കണത്. നീ ജോലിക്കുമായിരിക്കും അല്ലേ? അതെ അതെ. കല്യാണാലോചന ഒന്നൊന്ന് കേട്ടല്ലോ. ആ അമ്മ ചെക്കന്റെ തലക്കുറിയായിട്ട് ജോത്സ്യൻ കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് പോയിരിക്കുക. ഇന്ന് ബ്രോക്കറെ വിളിച്ച് തലക്കുറി കൊടുക്കണം. എന്റെ കടമ്പുക്കാവിലമ്മേ, നിന്റെ തള്ള ഒരുപാട് ആശിക്കണുണ്ട് നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ. വെള്ളം എടുക്കട്ടെ കൊച്ചേ. നിന്റെ കയ്യില് പൈസ വല്ലതും ഉണ്ടോ? അമ്മ രാവിലെ 70 രൂപ തന്നിട്ടുണ്ട്. എന്നാലേ ദേ ഇതുകൂടി വെച്ചോ. വേണ്ട വെല്ലിച്ച. ആ കാശിനൊക്കെ ഒത്തിരി അത്യാവശ്യമുള്ളതല്ലേ, ഇതും കൂടി വെച്ചോ. സൂക്ഷിച്ചു പോണോട്ടോ. എടാ ഇത് സംഭവം എന്താണെന്നറിയോ? ഇത് സംഭവം ശബരിമല സ്ത്രീ വിഷയം, ശബരിമല പെണ്ണൊക്കെ ഇരുന്നതിനെ കുറിച്ചുള്ള സംഭവം. നമ്മുടെ ആവശ്യമുള്ള കോടതി ഓരോ രാഷ്ട്രീയക്കാരും അതിനെതിരെ ഒത്തുകളിക്കുകയാണ്. ചുമ്മാ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, അതാണ് ഇതിന്റെ ലക്ഷ്യമുള്ളൂ. വേറെ ഒരു പ്രശ്നമല്ല. ആ ചേച്ചിയേ, ഇത് എവിടെയാണ്? ആങ്ങളുടെ വീട്ടിൽ ഞാൻ എത്ര പ്രാവശ്യം അന്വേഷിച്ചു വന്നു. എന്താ ഗോപി കാര്യം? മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ വീടിന് പകരം വ്യാപാരികളും ഞങ്ങളുടെ ക്ലബും ചേർന്ന് ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ താക്കോൽദാന ഉദ്ഘാടനം നാളെയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം. ചേച്ചി വരണം. ഗോപിയേ, ആ നഷ്ടമായ ആധാർ കാർഡിന്റെയും റേഷൻ കാർഡിന്റെയും വല്ല തീരുമാനം ഉണ്ടോ? അത് ഞാൻ പ്രസാദ് കാതൽക്കാനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കി തരാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഗോപിയെ, അവനങ്ങനെ പലതും പറയും, ഒന്നും ശരിയാകല. അതെന്താ ചേച്ചി, ഒന്നുമില്ലല്ലോ, നമ്മുടെ പ്രസിഡന്റ് അല്ലേ. മറ്റു പലരെ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ച ഇവ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാ. വോട്ട് വരുമ്പോ മാത്രം നാട്ടുകാര് മതിയെന്ന് കരുതുന്ന മണഗുണാഞ്ചൻ. ചേച്ചി എന്തായാലും നാളെ വീടിന്റെ താക്കോല് വാങ്ങാൻ വരുമ്പോ നമ്മുടെ അക്ഷയ കയറി ഒരപേക്ഷ കൂടി അങ്ങ് കൊടുത്താരെ. ഈ വയസ്സുകാലത്താ? എന്നാ നമ്മുടെ ജാനകിയോട് പറ. പിന്നെ താക്കോൽദാന ചടങ്ങിന് വരുമ്പോ പ്രസിഡന്റിനോട് ഞാനും പറയാം. ജാനകിക്ക് വിവാഹാലോചന 4 പാടൊന്നും വരുന്നുണ്ട്. ഉള്ള സമ്പാദ്യം മുഴുവൻ പോയി. വീട് നിങ്ങ തന്ന് കല്യാണം വഴമ്പഴാ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ചേച്ചി? അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. എന്റെ കളമ്പൂക്കാവിലമ്മേ കാക്കണേ, സർവേശ്വരി മഹാമായേ. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷതയിലേക്ക് പിറവം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സർ CS ബാബുവിനെ അധ്യക്ഷ പദവിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയരെ, പ്രളയക്കെടുതിയിൽ പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഉദ്യമത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഈ വേദിയിലേക്ക്, അധ്യക്ഷ പദവിയിലേക്ക് കളമ്പൂർ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ഗോപിയെ സാദരം ക്ഷണിക്കുന്നു.
നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എത്രയും ബഹുമാന്യനായ പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രസാദ് കദളിക്കാടാണ്. അതോടൊപ്പം തന്നെ സ്വാഗതം അർപ്പിക്കുവാനായി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ രമേശിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രസാദ് കദളിക്കാടിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വീട് നഷ്ടമായ നീലിയമ്മയ്ക്കുള്ള വീടിൻ്റെ താക്കോൽ ദാന നിർവഹണത്തിന് വേണ്ടിയാണ്. അതുകൂടാതെ വിദ്യാർത്ഥിനികൾക്കുള്ള പഠനോപകരണ വിതരണത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കാൻ പോന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കളമ്പൂർ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ പിറവം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതുപോലെ തന്നെ നമ്മുടെയെല്ലാം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് വീട് നഷ്ടപ്പെട്ട നമ്മുടെ നീലിയമ്മയ്ക്ക് വേണ്ടിയുള്ള വീടിൻ്റെ ഭവന നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ താക്കോൽദാന ചടങ്ങിലേക്ക് ഹാർദമായി നീലിയമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കുക. അതുപോലെ തന്നെ ഈ പ്രളയത്തിൽ ഒരുപാട് കുട്ടികൾക്ക് അവരുടേതായ ബുക്കുകളും ബാഗുകളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നമ്മൾ ഇവിടെ എല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിനായി വിഷ്ണു വി കെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ദീപ്തി കെ എസ് ആണ്. ദീപ്തി ഇവിടെ എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ദീപ്തിയുടെ അമ്മ വന്ന് ഈ ഉപഹാരം ഏറ്റുവാങ്ങണം. അപേക്ഷിക്കുന്നു. തങ്കച്ചേച്ചേ, എന്നാ നീലേ? കുറച്ച് മീനുണ്ട്. എന്നാ മീനാ? നെയ്ച്ചാള. വെല്ല പുഴുത്തതോ ചീഞ്ഞതാണോ? ചമ്പക്കരയൊന്നുമല്ല, ഫ്രഷ് മീനാ. എന്നാ വില? 60 രൂപ. എന്തൊരു വിലയാ പൊന്നെ, ഇതെല്ലാം കളിപ്പാ. എന്നാലും എടുക്ക്, നീ കൊണ്ടുവന്നല്ലേ. അവിടെ നിക്ക്, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. ചില്ലറ ഉണ്ടോ? തീരവും കടന്ന് ആർത്തലച്ചു വന്ന പുഴവെള്ളം പതിയെ പിൻവാങ്ങി തുടങ്ങിയതോടെ പലരും തിരിച്ചെത്തിയെങ്കിലും വീടുകൾ വാസയോഗ്യമാക്കാൻ മാസങ്ങൾ വേണ്ടിവരും. ഉപയോഗശൂന്യമായ വീട്ടുസാധനങ്ങളും
കേടുപാടുകൾ സംഭവിച്ച വീടുകളുമാണ് പലർക്കും കാണാനായത്. കാലടി, ചെങ്ങന്നൂർ, ഇടനാട്, ആലുവ, കല്ലിശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കാഴ്ച. കാലടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശ്യാമേ, ഒരു നല്ല ചായ ഇങ്ങട്. പെട്ടെന്ന് വേണാട്ടാ. ആളുകൾ വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നു. വീടുകളിൽ വലിയ അളവിൽ ചെടിയും മണ്ണും കയറി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം. നമ്മൾ എപ്പോൾ വീടിനുള്ളിലാണ്. ഇവിടെ വൃത്തിയാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. വീടിന്റെ അകത്ത് ഫർണിച്ചറുകൾ എല്ലാ ആൾക്കാരും നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോടാ. ഈ പ്രദേശത്തെ നിവാസികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ നമ്മൾ തുടങ്ങണമെങ്കിൽ തന്നെ എന്തെങ്കിലും സഹായങ്ങളോ നമുക്ക് വീടും പോയി എല്ലാം പോയി. ഇന്നലെ പുറത്ത് വ്യാപാരികളുടെ ചടങ്ങിൽ വെച്ച് പ്രളയം ഏറ്റവും അധികം ഞങ്ങൾക്കൊരു വീട് പണിത് തന്നു. സ്ഥലത്താണ് ആ സ്ഥലത്താണ് താക്കോലും ഏൽപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ 15-ാം തീയതി ആട്ടെ, നിന്റെ വീട്ടിൽ വെള്ളത്തിൽ ഈ പ്രദേശമാകെ അവിടെ വെള്ളമൊന്നും കയറിയില്ല. വീടുകളുടെ 1-ാം നിലയ്ക്ക് മുകളിൽ വരെ വെള്ളം കയറിയ ഒരു സാഹചര്യം ആട്ടെ, അപ്പൊ മോക്ക് കല്യാണമായോ? കൃഷിയുള്ള അത് വരുന്നു പോകുന്നു. എല്ലാം നടക്കും. വെളിപ്പുറത്തുള്ള അമ്മയല്ലേ കളമ്പോക്കാവിലമ്മ. എന്റെ കണ്ണടയും മുമ്പ് അതൊന്ന് നടന്നു കിട്ടിയാ മതി. എല്ലാം അമ്മ നടത്തട്ടെ. എനിക്കൊരു ലോട്ടറി അടി ഉയരത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്ന വീട്. എത്ര എന്റെ ടിക്കറ്റാ സതീശേ? 30 രൂപയുള്ളൂ. 30 നിമിഷം കൊണ്ട് ഒരു വെള്ളം കയറി ഇല്ലാതായ ഒരേ ഒരു വിഭാഗം ജനതയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാ പറയണെങ്കതാ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടമുള്ളവരെ നോക്കിയെടുത്തോ. ആരെയും കിട്ടാനില്ല ഈ ദേശത്ത്. നീ ഒരെണ്ണം തന്നാ മതി. എന്നാ ഞാൻ ഇടയ്ക്കുന്നൊരു നമ്പർ എടുത്തു തരാം. ഈ ഒരു വീടിന്റെ മോളുടെ കല്യാണമൊക്കെ നടക്കേണ്ടതല്ലേ? ഒരു വീട്, ഇതുപോലെയുള്ള ഒട്ടേറെ വീടുകൾ, വലിയ വീടാണ്, പക്ഷെ അതിന്റെ അടിവാരം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അങ്ങനെ ഇതുപോലെ ഈ ദൃശ്യങ്ങൾ ഭയാനകവുമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ വൃക്ഷങ്ങളും ഒക്കെ ഇതിന്റെയൊക്കെ മുകളിൽ വെള്ളമായിരുന്നു. ആ വെള്ളം ഒക്കെ കയറി ഇപ്പോൾ വെള്ളം ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ആൾക്കാർ എല്ലാവരും തന്നെ അവരുടെ മീൻ വെട്ടി കുറെ കാശ് കിട്ടിയല്ലോ ചേച്ചി. ഒരു ശ്രമങ്ങൾ നടത്തുന്ന ഇച്ചിരി പൈസ വായ്പ വരോ? പിന്നെ ഇപ്പൊ കടമല മേടിച്ചിട്ടാ ജീവിക്കണത്. അതിലുണ്ടായിരുന്നു ഈ മതിലെല്ലാം തന്നെ 2 ചായയുടെയും ഒരു പരിപ്പുകളുടെയും പൈസ എടുത്തിട്ട് ബാക്കിത്താ. ചില്ലറയല്ലേ ചേച്ചി? ഇന്ന് ചില്ലറ ഇല്ലടാ. മുട്ടറ്റം ചെളിയുള്ള വീടുകളാണ് പല സ്ഥലങ്ങളിലും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ കല്ലിശ്ശേരിക്ക് അകത്തുള്ള ഒരു വീട്ടിലെ അവസ്ഥയാണ്, അടുക്കളയുടെ അവസ്ഥയാണ്. ചെളി നിറഞ്ഞ് സിങ്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെളി നിറഞ്ഞ് ഇന്നലെ മുതൽ ഇവർ ഈ ചെളി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. പൂർണ്ണമായിട്ടും അത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ക്ലീനിങ് തുടങ്ങി 1.5 ഇഞ്ച് കനത്തിലായിരുന്നു മുറിക്കകത്തെല്ലാം ചള്ളയുണ്ടായിരുന്നു. ബുധനാഴ്ച 5 മണിയോടുകൂടി വെള്ളം പതുക്കെ ഉയരാൻ തുടങ്ങി. ഒരു 8 മണി മുതലാണ് വളരെ പെട്ടെന്ന് 10 മണിക്കകത്താണ് ഒരു 4.5 അടി വെള്ളം ഉയർന്നത്. ഏകദേശം നെഞ്ചറ്റം പൊക്കത്തിൽ മുറിക്കകത്ത് വെള്ളമുണ്ടായിരുന്നു. റിക്കവറി ചെയ്തു വരാൻ കുറഞ്ഞതിനി ഒരു 2 മാസം നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. സതീശേ, നിന്റെ ലോട്ടറിയുടെ പൈസ മാറി വെച്ചാൽ മാത്രമേ വീട്ടിൽ ഇത് 20, ഇതൊരു 10 രൂപ. ഇത് വേറെ വേറെ വെച്ചില്ലേ ചില്ലറ ഓർക്കുമ്പോ മാറിപ്പോകും. എന്നാ ഞാൻ പോട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാറാണ്. എന്താ സുഭാഷേ, കല്യാണം വല്ലതും നടക്കണണ്ടാ? അല്ല, ഇതുവഴി
നന്നായി. ഇങ്ങനെ ചിന്തിക്കണ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാടെപ്പ നന്നായി.